നല്ല മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ്. ഇത് ചെറുപ്പത്തിൽ എന്നെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു. റെസ്പോൺസിബിളാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അഡ്ജസ്റ്റിംഗ് ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഞാനത് ബിലീവ് ചെയ്തു. പക്ഷേ പിന്നീട് വലുതായി ഞാനൊരമ്മയായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഞാൻ മെച്യൂറായിരുന്നതല്ല എന്ന്. ഐ വാസ് എ പാരൻറ്റിഫൈഡ് ചൈൽഡ്. പ്രായത്തിൽ വേണ്ടതിന് മുൻപേ വലിയ കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ പഠിച്ച കുട്ടി. ഈ വേർഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളും ഒരു പാരൻറ്റിഫൈഡ് ചൈൽഡ് ആണോ എന്ന് ഇന്ന് തിരിച്ചറിയാൻ പറ്റും. അത് മനസ്സിലായി കഴിയുമ്പോൾ ലൈഫിലെ പല കാര്യങ്ങളും കൂടുതൽ ക്ലിയർ ആവും. ഞാൻ വളർന്നത് ഒരു സാധാരണ വീട്ടിലാണ്. വലിയ ഡ്രാമയും ക്രൈസിസും ഒന്നും ഇല്ലാത്തൊരു നോർമൽ ഹോം. പറയത്തക്ക വലിയ പ്രോബ്ലംസും ഇല്ലായിരുന്നു. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ എനിക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും, ഞാൻ ഇൻവോൾവ് അല്ലെങ്കിൽ പോലും. അച്ഛൻ ദേഷ്യത്തിലാണെങ്കിൽ മിണ്ടുന്നതിന് മുൻപേ എനിക്കതറിയാം. വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റ് ആകുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഞാൻ അലേർട്ട് മോഡിലാണ്. ബോഡി ഫുൾ ടൈറ്റായിട്ട് തോന്നും. അച്ഛനോട് ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാറില്ല. നല്ല മൂഡിലാണെങ്കിലേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാൻ ക്രോസ് ചെയ്യാത്തൊരു ഇൻവിസിബിൾ ലൈൻ അവിടെ എപ്പോഴും ഉണ്ട്. പക്ഷേ അമ്മയോട് ഞാൻ ചോദിക്കും, എന്ത് പറ്റി, എന്താ മിണ്ടാത്തേ? ആൻസർ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ചോദിക്കുന്നത് നിർത്താറില്ല. ബിക്കോസ് വീട്ടിലെ മൂഡ് ശരിയല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും സെയിം ഫീലാണ്. എന്തോ ഭയങ്കര ഒരു ഹെവിനെസ് തോന്നും. ആ ഹെവിനെസ് ലൈറ്റ് ആക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ അറിയാതെ തന്നെ കരുതി. അതുകൊണ്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ എനിക്കറിയുന്നതൊക്കെ ഞാൻ ചെയ്തു. ചോദിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്യും, മിണ്ടാതെ പോയിരുന്ന് പഠിക്കും, ബ്രദറിനെ കെയർ ചെയ്യും. ആക്ച്വലി ഞാനൊരു ഗുഡ് ചൈൽഡ് ആവാൻ ട്രൈ ചെയ്തു. കാരണം എൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ബെറ്ററായ ഈ സിറ്റുവേഷൻ ചേഞ്ച് ആകുമെന്നാണ്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ എൻ്റെ അടുത്ത് അപ്സെറ്റായ പിന്നെ ആകെ ടെൻഷനാണ്. അമ്മ സൈലൻ്റായിരിക്കും, ആൻസറൊന്നും തരില്ല, പെട്ടെന്ന് മിണ്ടത്തുമില്ല. അപ്പം ഞാൻ കരയും, സോറി പറയും. 4th പഠിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് അപ്പോളജി ലെറ്റർ എഴുതിയത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ എന്താ മിണ്ടാത്തേ, മിണ്ട് എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ബിക്കോസ് അമ്മ ഓക്കെ അല്ലാന്ന് എനിക്ക് ഷുവറായിരുന്നു. എല്ലാം തിരിച്ച് നോർമലായി കാണുന്നത് വരെ എൻ്റെ ബോഡി ടെൻസ്ഡാണ്. അമ്മയെ വീണ്ടും ചിരിച്ച് കണ്ടാലേ സമാധാനമാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സേഫ്റ്റി, മൂഡ്, സമാധാനം എല്ലാം ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നിരുന്നത്. ഒരു കുട്ടിക്ക് അങ്ങനെ ആകാൻ പാടില്ല. ഒരു അഡൾട്ടിൻ്റെ ഇമോഷണൽ വെയ്റ്റ് ഒരു കുഞ്ഞു കുട്ടി ക്യാരി ചെയ്യേണ്ടതല്ല. ഞാൻ അങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്കും അത് അറിയില്ലായിരുന്നിരിക്കും. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പോലെ നിങ്ങളും ഒരു പാരൻറ്റിഫൈഡ് ചൈൽഡ് ആയിരുന്നു എന്നറിയാൻ ഞാൻ കുറച്ച് സയൻസ് പറയാം. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മേ ബി നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് നിങ്ങളൊരു മെച്യൂർ ചൈൽഡ് ആയിരുന്നു എന്നായിരിക്കും. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. നോക്കാം. സൈൻ 1. നിങ്ങളായിരുന്നോ വീട്ടിലെ ഇമോഷണൽ തെർമോമീറ്റർ. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മൂഡ് റീഡ് ചെയ്യും. അവിടെ ഉള്ളവർ ഹാപ്പിയാണോ, സാഡാണോ, ടെൻസ്ഡ് ആണോ, ഇതൊക്കെ സ്കാൻ ചെയ്തെടുക്കും. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബോഡി ശരിക്കും റിലാക്സ് ചെയ്യാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളെപ്പോഴും അലേർട്ട് മോഡിൽ തന്നെയാണ്. സൈൻ 2. പേരൻസിൻ്റെ ഹാപ്പിനെസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അവരെ സാഡായിട്ട് കണ്ടാൽ അതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ നോക്കും. അവർ സൈലൻ്റായാൽ ഇനി നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണോ എന്ന് ഡൗട്ട് വരും. അവരെ ഹാപ്പിയായിട്ട് കണ്ടാൽ മാത്രമേ സമാധാനമാവുകയുള്ളൂ. നമ്മളറിയാതെ തന്നെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ നന്നായാൽ അവർ ഓക്കെ ആകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു കുട്ടി ഒരു അഡൾട്ടിൻ്റെ ഇമോഷണൽ വേൾഡിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്വയം റെഗുലേറ്റ് ചെയ്യുന്നു. ഇത് മെച്യൂരിറ്റി അല്ല. പേരൻസിനെ ഇമോഷണലി സ്റ്റേബിൾ ആക്കേണ്ടത് ഒരു ചൈൽഡിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ആ വെയിറ്റ് ആ പ്രായത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നതിലും വലുതാണ്. സൈൻ 3. നിങ്ങൾ സിബ്ലിങ്സിനെ കെയർ ചെയ്യണമെന്ന് എക്സ്പെക്റ്റഡ് ആയിരുന്നോ? ഇതാരും ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടാവില്ല,
പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഡയലോഗാണ്, മോൻ്റെ കുഞ്ഞുവാവയല്ലേ, മോനല്ലേ കെയർ ചെയ്യേണ്ടത്. നമ്മളറിയാതെ റെസ്പോൺസിബിൾ ആകും അല്ലേ. നമ്മളവരെ നോക്കും, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും, അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഹെൽപ്പ് ചെയ്യുന്നതല്ല, ഇതൊരു കൈൻഡ് ഓഫ് റോൾ പ്ലേ ആണ്. എൽഡർ ഡോട്ടേഴ്സ് ആണെങ്കിൽ ഇത് വളരെ കോമൺ ആണ്. പക്ഷേ ശരിക്കും ഇതൊരു ചൈൽഡിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇവിടെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്നോ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പ്രൗഡായിട്ട് തോന്നും. ഞാൻ നല്ല കുട്ടിയാണ്, റെസ്പോൺസിബിളാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ആ റോൾ ഒരു പേരൻറ്റിൻ്റെ റോളാണ്. ഒരു കുട്ടി അത് ക്യാരി ചെയ്യുമ്പോൾ അത് സ്ട്രെങ്ത് അല്ല, വളരെ നേരത്തെ റെസ്പോൺസിബിലിറ്റി വന്നു പോകുന്നതാണ്. അത് അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ടൈമാണ് അവിടെ നഷ്ടമാക്കുന്നത്. സൈൻ 4, നിങ്ങൾ സാധനങ്ങൾ ആവശ്യപ്പെടുന്നത് നിർത്തും. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആകുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോന്ന് ചോദിക്കുമ്പോൾ ലെക്ചർ, ഇഗ്നറൻസ് അല്ലെങ്കിൽ പിന്നെ ആവട്ടെ ഇതുപോലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പതിയെ ചോദിക്കുന്നത് തന്നെ നിർത്തും. പിന്നെ സ്വയം പറഞ്ഞ് പഠിക്കും, എനിക്കിത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശരിക്കും ഒന്നും വേണ്ടാന്ന് തോന്നും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ പോലും ആദ്യം വരുന്ന ആൻസർ എനിക്കിത് വേണ്ടായിരുന്നു എന്നാകും. ബിക്കോസ് വാണ്ട്സ് നമ്മൾ പണ്ടേ വേണ്ടാന്ന് വെച്ചതാണ്. ഇത് മെച്യൂരിറ്റി അല്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് തന്നെ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചതാണ്. സൈൻ 5, ചെയ്യാത്ത കാര്യത്തിന് വഴക്ക് കേട്ടിട്ടുണ്ടോ? സിബ്ലിങ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ നിന്നെ കണ്ട് പഠിച്ചതാണ്, നീ നോക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ ബ്ലെയിം കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് തോന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളും സംഭവം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. നമ്മൾ കൂടുതൽ കെയർഫുൾ ആവും. അവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എല്ലാം ശ്രദ്ധിക്കും. പക്ഷേ അങ്ങനെ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റാതെയാവും. അത് മെച്യൂരിറ്റി അല്ല, എക്സ്ട്രാ വെയിറ്റ് ക്യാരി ചെയ്യുന്നതാണ്. സൈൻ 6, സ്വന്തം ഫീലിങ്സ് ഹൈഡ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ ഹേർട്ടായാലും മാക്സിമം അത് പുറത്ത് കാണിക്കേണ്ടെന്ന് തീരുമാനിക്കും. അതത്ര ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും പെയിൻ മാക്സിമം എക്സ്പ്രസ് ചെയ്യില്ല. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നും. പിന്നെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഇല്ല. ബിഗ് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് മെച്യൂരിറ്റി ആണെന്ന് കരുതും. ഹെൽപ്പ് വേണമെന്ന് തോന്നിയാലും അത് ഇഗ്നോർ ചെയ്യും. സോ എപ്പോഴും എല്ലാം ഓക്കെ ആണ് എന്ന് പറയും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഫീലിങ്സിനെ ശ്രദ്ധിക്കാതെയാവും. നമ്മുടെ ഇമോഷണൽ നീഡ്സ് നമ്മൾ തന്നെ ഷട്ട് ഡൗൺ ചെയ്യും. ഇത് മെച്യൂരിറ്റി അല്ല, ഇമോഷണൽ സപ്രഷനാണ്. എല്ലാം തന്നെ ചെയ്യണം എന്ന് നേരത്തെ പഠിച്ചതാണ്. സൈൻ 7, റെസ്റ്റ് എടുത്താൽ ഗിൽട്ട് തോന്നും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിലും ഫുള്ളി റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാതിരുന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഹെൽപ്പിംഗ്, ഫിക്സിങ്, ടേക്കിംഗ് കെയർ, അഡ്ജസ്റ്റിംഗ്. ബിക്കോസ് ഉള്ളിൽ എവിടെയോ ഒരു തോന്നലുണ്ട്, നമുക്ക് വാല്യൂ ഉണ്ടാവുന്നത് നമ്മൾ റെസ്പോൺസിബിൾ ആകുമ്പോഴാണെന്ന്. വെറുതെ ഇരിക്കുന്നത് സേഫായിട്ട് തോന്നില്ല. ഈ ഒരു ഫീലിംഗ് വളർന്നാലും മാറില്ല. വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാലും ഒരു ഇറിറ്റേഷൻ തോന്നും. എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് തോന്നും. ഇത് ഹാർഡ് വർക്കിംഗ് നേച്ചർ അല്ല. വെറുതെ ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് നേരത്തെ പഠിച്ചു പോയതാണ്. ഇതൊക്കെ നേരത്തെ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മെച്യൂർ ആയിരുന്നതല്ല, ഒരു അഡൾട്ടിൻ്റെ ഇമോഷണൽ ലോഡ് പ്രായത്തിന് മുൻപേ ക്യാരി ചെയ്യാൻ പഠിച്ചതാണ്. ഇതിങ്ങനെ ആയത് പേരൻസ് ബാഡ് പീപ്പിൾ ആയതുകൊണ്ടൊന്നുമല്ല. അവരും സ്ട്രഗിൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവർക്ക് അവരുടേതായ വൂൺസ് ഉണ്ടായിരുന്നു, ഫിയേഴ്സ് ഉണ്ടായിരുന്നു, പറയാത്ത സൈലൻസ് ഉണ്ടായിരുന്നു. പല സമയത്തും അവർ പോലും അറിയാതെ ആ വെയിറ്റ് നമ്മളിലേക്കും എത്തി. നമ്മൾ സ്ട്രോങ് ആണെന്ന് തോന്നിയത് കൊണ്ടാവും, നമ്മളത് ഹോൾഡ് ചെയ്യും എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മൾ ക്യാരി ചെയ്യേണ്ട വെയിറ്റ് ആയിരുന്നില്ല. അത് നമ്മുടെ ഫോൾട്ടല്ല, നമ്മൾ കുട്ടികളായിരുന്നു. ഇങ്ങനെ വളർന്നു വന്ന കുട്ടികൾ വലുതാവുമ്പോൾ നല്ല റെസ്പോൺസിബിൾ ആവും, റിലയബിൾ ആവും, സ്ട്രോങ് ആവും, കേപ്പബിൾ ആവും. പക്ഷേ അവരുടെ ഉള്ളിൽ ടയേർഡായ ഒരു മനസ്സുണ്ടാവും. ബിക്കോസ് അവർ ചൈൽഡ്ഹുഡ് തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു റൂമിൽ കയറി ചെന്നിട്ട്
ജസ്റ്റ് നമ്മളായിട്ട് മാത്രം ഇരിക്കാൻ പറ്റണം. മൂഡ് സ്കാൻ ചെയ്യാതെ, മൈൻഡ്സ് റീഡ് ചെയ്യാതെ, അലേർട്ട് ആവാതെ ജസ്റ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആഗ്രഹങ്ങൾ വേണം, ആവശ്യങ്ങൾ വേണം. വിഷമം വന്നാൽ തളർന്ന് വീഴാൻ പറ്റണം. എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വേണം. ഇതൊക്കെ നോർമലാണ്. ഇതൊക്കെ ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി പേരൻസിൻ്റേതാണ്. ഇപ്പോൾ നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് ഉറപ്പാണ്, ഇത്രയും കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിഫറെൻ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ വീട്ടിലെ ഇമോഷണൽ തെർമോമീറ്റേഴ്സ് ആവേണ്ടവരല്ല. അവർ നമ്മുടെ ഫീലിങ്സ് മാനേജ് ചെയ്യേണ്ടവരും അല്ല. കുട്ടികൾ കുട്ടികളായി തന്നെ ഇരിക്കട്ടെ. അതിന് നമുക്ക് കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഇവിടെ തന്നെ ബ്രേക്ക് ആവും. നമ്മൾ ക്യാരി ചെയ്തത് അവർ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ വീഡിയോ വളരെ പേഴ്സണലായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ക്യാരി ചെയ്ത് വളർന്നു വന്ന ഒരാളായിരിക്കും. തീർച്ചയായും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ അഡൾട്ട് ലൈഫിലും റിലേഷൻഷിപ്സിലും പേരൻറ്റിങ്ങിലും ഒക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബിക്കോസ് ഈ പാറ്റേൺ പെട്ടെന്ന് ഡിസപ്പിയർ ആവില്ല. നമ്മളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ചേഞ്ച് ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഇന്ന് പറഞ്ഞ സയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് തോന്നിയത് ഏതാണ്? നമ്പർ മാത്രം കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ എല്ലാ കമൻസും വായിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.